പാരീസിലെ ട്രയംഫ് ആർച്ചിന്റെ ചുവട്ടിൽ നിൽക്കുകയാണ് ഞാൻ. വലിപ്പത്തിന്റെ കാര്യത്തിൽ നമ്മെ കബളിപ്പിക്കുന്ന കമാനമാണ് ട്രയംഫ് ആർച്ച്. സമീപത്ത് നിൽക്കുന്നവരുമായി താരതമ്യം ചെയ്താലേ ഇതിന്റെ യഥാർത്ഥ വലിപ്പം വ്യക്തമാവൂ. നെപ്പോളിയന്റെ യുദ്ധവിജയങ്ങളുടെ സ്മാരകമായി നിർമ്മിച്ച കവാടം 50 മീറ്ററാണ് ഇതിന്റെ ഉയരം. പോരാട്ട വിജയങ്ങളുടെ ഔന്നത്യത്തിൽ നിൽക്കുമ്പോഴാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഇങ്ങനെയൊരു കവാടം നിർമ്മിക്കാൻ ഉത്തരവിടുന്നത്. പിടിച്ചടക്കിയ നാടുകളിൽ നിന്നുള്ള അളവറ്റ ധനം പാരീസിൽ കുന്നുകൂടിയ കാലമായിരുന്നു അത്. ഇത്തരം മഹാനിർമ്മിതികൾക്ക് പ്രചോദനമായത് ആ ധനം കൂടിയാണ്. ഇന്ന് ഫ്രാൻസിന്റെ മൺമറഞ്ഞ എല്ലാ പോരാളികളുടെയും സ്മാരകം കൂടിയാണ് ട്രയംഫ് ആർച്ച്. ആർച്ചിലെ ശില്പങ്ങളിൽ നെപ്പോളിയനും കഥാപാത്രമാണ്. ആധുനിക ഫ്രാൻസിന്റെ ശില്പിയാണല്ലോ അദ്ദേഹം. 28ാമത്തെ വയസ്സിൽ ഫ്രാൻസിന്റെ സർവ്വ സൈന്യാധിപനായ ആളാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. അസാധ്യമായി ഒന്നുമില്ലെന്ന് തെളിയിച്ച് തന്റെ സൈന്യത്തെ ആവേശം കൊള്ളിച്ച പടത്തലവൻ. ആ കരുത്തിന്റെ പ്രതീകം പോലെ നിലകൊള്ളുകയാണ് പാരീസിന്റെ പഴയ നഗര കവാടമായ ട്രയംഫ് ആർച്ച്. ആർച്ചിന് സമീപത്തുകൂടി നീണ്ടുപോകുന്ന പ്രധാന പാത പുതിയ നഗരഭാഗത്തേക്കാണ് എത്തുന്നത്. എനിക്ക് യാത്ര തുടരേണ്ടതുണ്ട്. അക്കാണുന്ന സ്റ്റോപ്പിലാണ് 5 മിനിറ്റ് കൂടുമ്പോൾ ബസ് എത്തുക. ഞാൻ ആർച്ചിനടുത്തു നിന്നും മടങ്ങുകയാണ്. അണ്ടർപാസിന്റെ മാർബിൾ തണുപ്പിലേക്ക് ഇറങ്ങി. തുരങ്ക വഴികളുടെ വലിയൊരു നെറ്റ്വർക്കാണ് ട്രയംഫ് ആർച്ചിന് ചുവട്ടിലുള്ളത്. ചുവരിൽ ട്രയംഫ് ആർച്ചിന്റെ നാൾ വഴികൾ വിവരിക്കുന്ന ചിത്രപ്രദർശനം. നെപ്പോളിയന്റെ പടയോട്ട ശില്പങ്ങൾ. തുരങ്കത്തിലൂടെയുള്ള നടത്തം ചെറിയൊരു സ്ഥലവിഭ്രാന്തി ഉണ്ടാക്കും. ഇത് പലതായി തിരിയുന്നുണ്ട്. വഴി തെറ്റിയില്ല. സ്റ്റോപ്പിൽ പുറപ്പെടാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു ഡബിൾ ഡെക്കർ ബസിന്റെ മുകൾ നിലയിലാണ് ഇപ്പോൾ ഞാൻ. സിറ്റി ടൂർ നടത്തുന്ന ബസ് ട്രയംഫ് ആർച്ചിനെ ഒന്നു ചുറ്റി യാത്ര തുടങ്ങി. അത് സൗകര്യമായി. ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിനും ഏതാണ്ട് ഇതേ രൂപമാണ്. പക്ഷേ ഇന്ത്യ ഗേറ്റിനേക്കാൾ 10 മീറ്റർ ഉയരക്കൂടുതലുണ്ട് ഇതിന്. ശില്പഭംഗിയിലും പാരീസിന്റെ ട്രയംഫ് ആർച്ച് ലോകത്തെ മറ്റെല്ലാ യുദ്ധവിജയ കവാടങ്ങളെയും പിന്നിലാക്കുന്നു. ലോകത്തിന്റെ പല ഭാഗത്തും പാരീസിലെ ട്രയംഫ് ആർച്ചിനെ അനുകരിച്ച് നഗര കവാടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ന്യൂയോർക്ക്, ലാസ് വേഗാസ്, നോർത്ത് കൊറിയ തുടങ്ങി ലാവോസിൽ വരെ അത് കാണാം. അനേകം കവിതകൾക്കും ഫിക്ഷനുകൾക്കും ഈ കവാടം പശ്ചാത്തലമായി. ഏറ്റവും മികച്ച യുദ്ധകാല പ്രണയചിത്രമായി വിലയിരുത്തപ്പെടുന്ന ആർച്ച് ഓഫ് ട്രയംഫ് എന്ന അമേരിക്കൻ സിനിമ ഈ യുദ്ധവിജയ കവാടത്തിന്റെ പശ്ചാത്തലത്തിലുള്ളതാണ്. ബസ്സിന് മുകളിൽ വെയിലേറ്റിരുന്നു കൊണ്ടുള്ള ഈ യാത്ര സുഖകരമാണ്. മകരമാസത്തിന്റെ പുലർക്കാലത്ത് തീ കാഞ്ഞിരിക്കുന്ന ഒരു സുഖം. ഈ സുഖം അനുഭവിച്ചു തന്നെ അറിയണം. ഇളം തണുപ്പും വെയിലിന്റെ ചൂടും നഗരത്തിലാകെ പരക്കുന്ന കാപ്പിയുടെ ഉന്മേഷദായക ഗന്ധവുമൊക്കെ നേരിട്ട് അനുഭവിക്കുക തന്നെ വേണം. കെട്ടിടങ്ങളിലൊന്നും സൺഷെയ്ഡ് കാണില്ല. വെയിലിനെ ആരാധിക്കുന്നവരാണ് ഇന്നാട്ടുകാരെന്ന് പറയാം. പാരീസിന്റെ വിഖ്യാത അവന്യൂവായ ചാംപ്സ് എലീസിസിലൂടെയാണ് പോകുന്നത്. ചാംപ്സ് എലീസിസിൽ ഒരു ഷോറൂം തുടങ്ങുക എന്നത് വമ്പൻ ബ്രാൻഡുകളുടെ അഭിമാനം കൂടിയാണ്. പോസ്റ്റർ പതിക്കാനൊക്കെ ഇവിടെ പ്രത്യേകം നിബന്ധനകളുണ്ട്. ഇത്തരം തൂണുകളിലാണ് പോസ്റ്റർ പതിക്കേണ്ടത്. തലങ്ങും വിലങ്ങും പതിച്ച പോസ്റ്ററും ബാനറുമൊന്നും ഇല്ലാത്തതുകൂടിയാണ് ഈ നഗരത്തിന്റെ സൗന്ദര്യ രഹസ്യം. വഴിയോര കടകൾ പോലും തികഞ്ഞ സൗന്ദര്യബോധത്തോടെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. അവയുടെ നിറത്തിനും ഏകമാനം. നഗരത്തിന്റെ വെളിംപ്രദേശങ്ങളെല്ലാം ഉദ്യാനങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. യൂറോപ്പിലെ പ്രധാന നഗരങ്ങളുടെയെല്ലാം പ്രത്യേകതയാണ് ഇത്തരം വിശാലമായ ഉദ്യാനങ്ങൾ. ഞങ്ങളുടെ ബസ് വിൻസെന്റ് ചർച്ചിൽ അവന്യൂവിലേക്ക് തിരിഞ്ഞു. മുന്നിൽ ഗ്രാൻഡ് പാലസ് എന്ന കൂറ്റൻ എക്സിബിഷൻ സെന്റർ കാണാം. നഗരത്തിലെ പ്രശസ്തമായൊരു മ്യൂസിയം കോംപ്ലക്സ് കൂടിയാണ് അത്. വ്യവസായ വാണിജ്യ പ്രദർശനങ്ങളുടെ പാരീസിലെ ഒരു സ്ഥിരം വേദിയാണ് ഗ്രാൻഡ് പാലസ്. ഇന്നും അവിടെ പ്രത്യേകതയാർന്ന എന്തിൻ്റെയോ പ്രദർശനം നടക്കുന്നുണ്ട്. റോമൻ കൊട്ടാരത്തിൻ്റേതുപോലുള്ള മുഖമണ്ഡപത്തിൽ ആൾത്തിരക്ക്. 1900 ആണ്ടിൽ നടന്ന ഒരു ലോക പ്രദർശനത്തിനായി നിർമ്മിച്ചതാണ് ഈ പടുകൂറ്റൻ എക്സിബിഷൻ ഹാൾ. ഗ്രാൻഡ് പാലസിനടുത്ത് ഞാൻ ഇറങ്ങി. അടുത്ത ബസ് വരുമ്പോൾ യാത്ര തുടരാനാണ് തീരുമാനം. ലോക ചിത്ര പ്രദർശനമാണ് ഇന്ന് ഗ്രാൻഡ് പാലസിൽ നടക്കുന്നത്. പാതയുടെ മറുഭാഗത്ത് മറ്റൊരു കൊട്ടാരമുണ്ട്. ഒരു മ്യൂസിയവും എക്സിബിഷൻ സെന്ററുമാണ് പെറ്റിറ്റ് പാലസ് എന്നറിയപ്പെടുന്ന ആ കൊട്ടാരം. ഫിയാക് എന്നറിയപ്പെടുന്ന ലോക പ്രദർശനമാണ് ഗ്രാൻഡ് പാലസിനകത്ത്.
പത്രപ്രവർത്തകർക്കും പ്രത്യേക ക്ഷണിതാക്കൾക്കും മാത്രമേ പ്രവേശനമുള്ളൂ. വിൻസെന്റ് ചർച്ചിൽ അവന്യൂ 2 എക്സിബിഷൻ ഹാളുകൾക്കിടയിലൂടെ നീണ്ടുപോകുന്നു. പെറ്റിറ്റ് പാലസ് എന്നാൽ ചെറിയ കൊട്ടാരമെന്നർത്ഥം. 1900-ലെ ലോക പ്രദർശനത്തിനു വേണ്ടി നിർമ്മിച്ചതാണ് ആ കൊട്ടാരവും. ഗ്രാൻഡ് പാലസ് പരിസരം വലിയൊരു ഉദ്യാനമാണ്. അതിനരികിലൂടെയുള്ള വിൻസെന്റ് ചർച്ചിൽ അവന്യൂവിലൂടെ ചെന്നു കയറിയത് അലക്സാണ്ടർ മൂന്നാമൻ പാലത്തിലാണ്. പാരീസിലെ ഏറ്റവും സുന്ദരമായ പാലമാണിത്. പാരീസിൽ ഉല്ലാസത്തിനും ബിസിനസ് ആവശ്യത്തിനും എത്തുന്ന കോടീശ്വരന്മാരുടെ ചാർട്ടേഡ് ബോട്ടുകളാണിവ. നിറയെ ടൂറിസ്റ്റുകളുമായി ഉല്ലാസ ബോട്ടുകൾ വേറെ. വിവാഹ ആഘോഷങ്ങൾ നടക്കുന്ന ബോട്ടുകൾ വരെ സീൻ നദിയിൽ നീങ്ങുന്നത് കാണാം. സീൻ പാരീസിലെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഫ്രാൻസിന്റെ ചരിത്ര സ്മാരകങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് ഈ അലക്സാണ്ടർ മൂന്നാമൻ പാലം. 1896 മുതലുള്ള 4 വർഷം കൊണ്ടായിരുന്നു ഇതിന്റെ നിർമ്മാണം. ഫ്രാൻസും റഷ്യയും തമ്മിൽ നിലനിന്ന നല്ല ബന്ധത്തിന്റെ സ്മാരകം എന്ന നിലയിലാണ് റഷ്യൻ സാർ ചക്രവർത്തിയായിരുന്ന അലക്സാണ്ടർ മൂന്നാമന്റെ നാമം പാലത്തിന് നൽകിയത്. എസ്പ്ലനേഡ് ഡെസ് ഇൻവാലിഡസ് എന്ന ഉദ്യാനപാത പാലത്തിനപ്പുറം കാണാം. അതിന്റെ ഒരറ്റത്ത് മിലിറ്ററി മ്യൂസിയം, അതിനുമപ്പുറം ലെസ് ഇൻവാലിഡസിന്റെ സ്വർണ്ണഗോപുരം. ആ ഗോപുരച്ചുവട്ടിലാണ് നെപ്പോളിയന്റെ കുടീരം. 10-ാം വയസ്സിൽ മിലിറ്ററി സ്കൂളിലെത്തിയ നെപ്പോളിയനാണ് പിന്നീട് യൂറോപ്പിനെ കാൽച്ചുവട്ടിലൊതുക്കിയ ചക്രവർത്തിയായി മാറിയത്. തിരിഞ്ഞു നോക്കുമ്പോൾ അലക്സാണ്ടർ മൂന്നാമൻ പാലത്തിന്റെ അതിർത്തി സ്തംഭങ്ങൾ കാണാം. ഈ പാലം നിർമ്മിക്കുമ്പോൾ അതിന്റെ ശില്പികൾക്ക് ഒരു കർശന നിർദ്ദേശം ലഭിച്ചിരുന്നു. ഇൻവാലിഡസ് മൈതാനത്തു നിന്ന് നോക്കുമ്പോൾ ഗ്രാൻഡ് പാലസിനെ പാലം മറയ്ക്കരുതെന്നായിരുന്നു അത്. നിർദ്ദേശം കൃത്യമായി നടപ്പാക്കപ്പെട്ടു. ഇവിടെ നിന്നാൽ ഗ്രാൻഡ് പാലസിന്റെ ചില്ലുമേൽക്കൂരയും കൊറിന്ത്യൻ ശില്പഭംഗിയുമൊക്കെ വ്യക്തമായി കാണാം. ഞാൻ തിരികെ ഡബിൾ ഡക്കർ ബസ്സുകളുടെ സ്റ്റോപ്പിലേക്ക് നടന്നു. 110 വർഷം മുൻപ് പണിത പാലമാണ്. അതിലെ നടപ്പാതയുടെ മാത്രം വീതി കാണുക. ഇതാണ് ദീർഘവീക്ഷണം. മോട്ടോർ വാഹനങ്ങൾ സാർവത്രികമല്ലാത്ത കാലം. മെഴുത്ത കുതിരകളെ പൂട്ടിയ സുവർണരഥങ്ങളിൽ പ്രഭുക്കളും നഗരത്തിലെ പ്രമാണിമാരും കടന്നുപോയിരുന്ന കാലം. ഈ നഗരക്കാഴ്ച ഇങ്ങനെ കാണുമ്പോൾ ആ കാലഘട്ടത്തെ കൂടി മനസ്സിലേക്ക് ആവാഹിക്കാൻ കഴിയണം. വലിയ തൊപ്പിവെച്ച പ്രൗഢാങ്കരമാരും ഭംഗിയിൽ വസ്ത്രം ധരിച്ച പ്രമാണിമാരുമൊക്കെ ഇത്തരം വണ്ടിയിൽ നീങ്ങിയിരുന്ന കാലം. കുതിരക്കുളമ്പടികൾ മാത്രം പ്രതിധ്വനിച്ചിരുന്ന ക്ലാസിക് പാരീസിനെയാണ് ഞാനിപ്പോൾ മനക്കണ്ണിൽ കാണുന്നത്. പാലം കടന്ന് ഞാൻ ഗ്രാൻഡ് പാലസിനടുത്തുള്ള ഉദ്യാനത്തിലേക്കെത്തി. ഇലപൊഴിഞ്ഞ മരങ്ങൾക്കിടയിലൂടെ പാലസിന്റെ ക്ലാസിക് രൂപം ഒരു കാഴ്ച. അവന്യൂ കോണിൽ ചർച്ചിൽ പ്രതിമ. സ്റ്റോപ്പിൽ കാത്തുനിന്നു. വേറെയും കുറെ പേർ സിറ്റി ടൂർ ബസ് വരുന്നതും കാത്തു നിൽപ്പുണ്ട്. അങ്ങനെ നിൽക്കെ ഒരു ഡബിൾ ഡക്കർ ബസ് നീങ്ങി വന്നു. പാരീസിന്റെ സൗന്ദര്യത്തിന് ചേർന്ന ഒരു ബസ്. അലക്സാണ്ടർ മൂന്നാമൻ പാലത്തിലൂടെ ബസ്സിൽ യാത്ര തുടരുകയാണ്. മരച്ചാർത്തുകൾക്കുമപ്പുറം ദൂരെ ഈഫൽ ടവർ കാണുന്നു. 2 നെപ്പോളിയന്മാരുടെ ഭരണമാണ് പാരീസിനെ ഈ വിധം സുന്ദരമാക്കിയതെന്നാണ് ചരിത്രം. വീറുറ്റ പടയോട്ടങ്ങളിലൂടെ ഫ്രാൻസിനെ മേഖലയിലെ വൻ ശക്തിയാക്കി മാറ്റിയ നെപ്പോളിയൻ ബോണപ്പാർട്ടാണ് അതിലൊരാൾ. പാരീസിൽ ഇന്ന് നാം കാണുന്ന മിക്ക ക്ലാസിക് മന്ദിരങ്ങളും പാലങ്ങളുമെല്ലാം ബോണപ്പാർട്ടിന്റെ കാലത്ത് ഇവിടെ ഉയർന്നവയാണ്. അദ്ദേഹത്തിന്റെ അനന്തരവനായ ലൂയി നെപ്പോളിയൻ മൂന്നാമനും പാരീസിനെ സൗന്ദര്യവൽക്കരിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു. ബസ് അൽമ എന്ന പാലത്തിലേക്ക് കയറി. സീൻ നദിയുടെ നീലപ്പരപ്പിൽ ധാരാളം ബോട്ടുകൾ കാണാം. പാരീസിലെ സിറ്റി ടൂറിൽ ഉൾപ്പെട്ട ഒരു പ്രധാന പരിപാടിയാണ് സീനിലൂടെയുള്ള ദീർഘമായൊരു യാത്ര. വലതുഭാഗത്ത് കാണുന്നത് ക്രൂസ് ബോട്ടുകൾ പുറപ്പെടുന്ന ഒരു പിയറാണ്. നദിയിലാകട്ടെ ടൂറിസ്റ്റ് ബോട്ടുകളുടെ ഘോഷയാത്രയാണ്. 100 കണക്കിന് യാത്രക്കാരെ ഉൾക്കൊള്ളുന്ന വമ്പൻ ബോട്ടുകൾ. തീരത്തെ ചരിത്ര നിർമ്മിതികൾക്കരികിലൂടെയൊക്കെ ഈ ബോട്ടുകൾ കടന്നുപോകും. അൽമ പാലം കടന്ന് പ്രസിഡന്റ് വിൽസൺ അവന്യൂവിലൂടെ ബസ് നീങ്ങുകയാണ്. ഈ പ്രദേശത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പാരീസിലെ ഏറ്റവും പ്രമുഖമായ കർഷക മാർക്കറ്റുകൾ പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ പാതയോരങ്ങളിലാണ്. സാധാരണക്കാരുടെ ഷോപ്പിംഗ് സ്ട്രീറ്റുകളാണ് ഇവയെന്നും പറയാം. കാണുക ഇന്ത്യയുടെ യഥാർത്ഥ കാഴ്ചകൾ സഞ്ചാരത്തിലൂടെ. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ജമ്മു കാശ്മീർ, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, രാജസ്ഥാൻ, ഗുജറാത്ത്, ഡൽഹി, ഉത്തർപ്രദേശ്, തമിഴ്നാട്, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, കർണാടക, ഉത്തരാഖണ്ഡ്.
സഞ്ചാരം ഇന്ത്യ 3 പെൻഡ്രൈവുകൾ ഇപ്പോൾ ആകർഷകമായ ഡിസ്കൗണ്ട്. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 99554422 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. വഴിയോര ഭോജനശാലകൾക്കും കഫേകൾക്കും പ്രസിദ്ധമാണ് പ്രസിഡന്റ് വിൽസൺ അവന്യൂ. മരച്ചുവടുകളിലെ കസേരകളിൽ വെയിൽ കാഞ്ഞും കാപ്പി നുണഞ്ഞും ഒട്ടേറെ പേർ ഇരിപ്പുണ്ട്. ഇവിടെ സവിശേഷ രൂപമാർന്ന ഒരു മന്ദിരമുണ്ട്. ഇറ്റാലിയൻ നവോത്ഥാന ശൈലിയിലുള്ള ഒരു കെട്ടിടം. പാരീസിന്റെ ഫാഷൻ മ്യൂസിയമാണത്. ഫാഷന്റെ ലോക തലസ്ഥാനമാണല്ലോ പാരീസ്. ഫാഷൻ ലോകത്തെ ട്രെൻഡുകൾ വിളിച്ചറിയിച്ചുകൊണ്ട് 1895 മുതൽ ഈ മ്യൂസിയം ഇവിടെയുണ്ട്. ഡിസൈനർമാർക്ക് അവരുടെ ഏറ്റവും പുതിയ ഡിസൈൻ പ്രദർശിപ്പിക്കാനുള്ള വേദി കൂടിയാണ് ഇവിടം. മുന്നിൽ കാണുന്ന ഈ കെട്ടിടം ഗുയിമെറ്റ് മ്യൂസിയം എന്നറിയപ്പെടുന്നു. ഏഷ്യൻ കലയുടെ മ്യൂസിയമാണിത്. 1885 ഗുയിമെറ്റ് മ്യൂസിയം ഇവിടെ പ്രവർത്തനം തുടങ്ങിയത്. 17-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ലോകത്തെ പ്രമുഖമായ ഫാഷൻ കേന്ദ്രമായിരുന്നു പാരീസ്. ആധുനിക കാലത്ത് പാരീസ് ഏറ്റവും പ്രസക്തമാവുന്നതും ഫാഷന്റെ പേരിലാണ്. ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ഫാഷൻ വീക്ക് ആഘോഷം അരങ്ങേറുന്ന നഗരങ്ങളിലൊന്നാണിത്. ബസ് പാലസ് ഡി ചെയ്ലോട്ട് എന്ന മന്ദിര സമുച്ചയത്തിന് സമീപമെത്തി. 1889 അന്താരാഷ്ട്ര പ്രദർശനത്തിനു വേണ്ടി തയ്യാറാക്കിയ പ്രദേശമാണിത്. ഉദ്യാനത്തിലൂടെ കെട്ടിടത്തിനടുത്തേക്ക് നീങ്ങി. 2 കൂറ്റൻ കെട്ടിടങ്ങൾക്കിടയിൽ വിസ്താരമാർന്ന ഒരു ടെറസ്. ആ ടെറസിൽ ഒരു പ്രകടനം നടക്കുന്നുണ്ട്. എന്താണ് സംഗതി എന്നറിയാൻ ആകാംക്ഷയായി. പാരീസിൽ വസിക്കുന്ന കംബോഡിയൻ വംശജരുടെ പ്രകടനമാണ്. കംബോഡിയയിൽ സമാധാനം സ്ഥാപിക്കാനുള്ള പാരീസ് ഉടമ്പടിയുടെ 20-ാം വാർഷികം പ്രമാണിച്ചാണ് പ്രകടനം. അവിടെ നിന്നും യാത്ര തുടരുകയാണ്. ഡിലേന എന്ന പാലത്തിലൂടെ സീൻ നദി മുറിച്ചുകടന്നു ചെല്ലുന്നത് ഈഫൽ ടവറിന് ചുവട്ടിലേക്കാണ്. ഈ ടവറിന് ചുവട്ടിൽ നിന്നുമാണ് ഞാൻ നേരത്തെ ആദ്യ ഡബിൾ ഡക്കർ ബസ്സിൽ കയറിയത്. പല ബസ്സുകൾ മാറിക്കയറി ഇപ്പോൾ ഒരു കറക്കം പൂർത്തിയാക്കിയിരിക്കുന്നു. ടവറിന് സമീപത്ത് ബസ്സിന് ഒരു സ്റ്റോപ്പുണ്ട്. ഈഫൽ ഗോപുര ചുവട്ടിൽ ജനത്തിരക്ക് ഏറിയിരിക്കുന്നു. ചാം ഡി മാസ് എന്ന ഉദ്യാനത്തിൽ ഒന്ന് കറങ്ങിയാണ് സ്റ്റോപ്പിലേക്ക് എത്തുക. ലോകഭാഷകളിലെ നിരവധി സിനിമകൾക്ക് പശ്ചാത്തലമായ ഗോപുരം. മുകളിലെ പ്ലാറ്റ്ഫോമിൽ ചെറിയ പൊട്ടുകൾ പോലെ ആളുകളെ കാണാം. ഈഫലിന്റെ മുകൾ നിലയിലേക്കുള്ള ലിഫ്റ്റ് പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. 120 വർഷം മുൻപ് പണിത ഈ ഉരുക്കു ഗോപുരത്തിന്റെ ഭാവിയെക്കുറിച്ച് ഇന്ന് പാരീസ് നഗരത്തിന് ഉത്കണ്ഠ ഏതുമില്ല. കൃത്യമായി പരിപാലിക്കുന്നതിനാൽ ഇനിയും എത്രയോ നൂറ്റാണ്ടുകാലം ഇത് നിലനിൽക്കുക തന്നെ ചെയ്യുമെന്നാണ് ഇവരുടെ വിശ്വാസം. പാരീസിന്റെ പ്രതീകമായി അതങ്ങനെ നിൽക്കുന്നു. ടവറിനപ്പുറം സീൻ നദിക്ക് കുറുകെയുള്ള ഡിലേന പാലവും അതിനുമപ്പുറം ചെയ്ലോട്ട് പാലസും കാണാം. ആ പാലസിലേക്കുള്ള കവാട ഗോപുരം എന്ന നിലയിലാണ് 120 വർഷം മുൻപ് ഈഫൽ ടവർ പണിതത്. അന്നത്തെ പ്രദർശന നഗരി എങ്ങനെയായിരുന്നെന്ന് ഈ കാഴ്ച വ്യക്തമാക്കി തരുന്നു. ഈഫലിനോട് അവസാനമായി യാത്ര പറഞ്ഞു. പട്ടാളക്കാരുടെ പരിശീലന പരേഡുകൾ നടന്നിരുന്ന ചാം ഡി മാസ് എന്ന ഉദ്യാന മൈതാനം ഒരിക്കൽ കൂടി പിന്നിടുകയാണ്. അങ്ങേ തലയ്ക്കൽ മിലിറ്ററി സ്കൂൾ. 5 വർഷമാണ് നെപ്പോളിയൻ മിലിറ്ററി വിദ്യാലയത്തിൽ പഠിച്ചത്. 15-ാം വയസ്സിൽ ഫ്രഞ്ച് സൈന്യത്തിൽ ചേരുകയും ചെയ്തു. ഇനി താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോകാനാണ് എൻ്റെ തീരുമാനം. ഇന്ന് പാരീസ് നഗരത്തോട് വിട പറയുകയാണ്. യൂറോപ്പ് എന്ന ഭൂഖണ്ഡത്തോടും. ലൂവ് കൊട്ടാരത്തിനടുത്ത് ബസ് എത്തുമ്പോൾ അവിടെ ഇറങ്ങണം. നേരം നന്നേ കുറവാണ്. പെട്ടെന്ന് തന്നെ ഹോട്ടലിലെത്തി ചെക്കൗട്ട് ചെയ്ത് എയർപോർട്ടിലേക്ക് പോകണം. 6 മണിയാകുമ്പോഴേക്കും എയർപോർട്ടിലെത്തേണ്ടതുണ്ട്. ഇൻവാലിഡസ് എസ്പ്ലനേഡിലൂടെ നീങ്ങുമ്പോൾ പുൽമൈതാനത്ത് വെയിൽ കാഞ്ഞിരിക്കുന്നവരെയും കളികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയും ഒക്കെ കാണാം. ആ പുറം കാഴ്ചകൾ കണ്ടിരിക്കെ ഞാൻ ചിന്തിക്കുന്നത് ഇന്നത്തെ ഫ്രാൻസിനെക്കുറിച്ചാണ്. യൂറോപ്പിനെ ഉലച്ച സാമ്പത്തിക മാന്ദ്യത്തിന്റെ അലകൾ ഫ്രാൻസിലും എത്തിയിട്ടുണ്ട്. ലോകത്തെ 6ാമത്തെ സാമ്പത്തിക ശക്തിയാണ് ഫ്രാൻസ്. പക്ഷേ മാന്ദ്യം ഈ രാജ്യത്തെയും ചെറിയ പ്രതിസന്ധിയിലാക്കി. വലിയ പ്രതിസന്ധി വരാനിരിക്കുന്നതേയുള്ളൂ എന്നാണ് ലോക സാമ്പത്തിക വിദഗ്ധർ പ്രവചിക്കുന്നത്. 2012 സാമ്പത്തിക മാന്ദ്യത്തിന്റെ വലിയ ആഘാതം നേരിടേണ്ടി വരുന്ന യൂറോപ്യൻ രാജ്യമായിരിക്കും ഫ്രാൻസ് എന്നും അവർ പറയുന്നു. മാന്ദ്യത്തിന്റെ നാളുകളിലാണ് പാരീസിലൂടെ ഞാൻ സഞ്ചരിക്കുന്നതെങ്കിലും അതിന്റെ സൂചനയൊന്നും പുറം കാഴ്ചകളിലില്ല. എവിടെയും സമ്പന്നതയുടെയും ആഠ്യത്വത്തിന്റെയും ദൃശ്യങ്ങൾ മാത്രം. ആധുനിക ഫാഷൻ വസ്ത്രങ്ങൾ ധരിക്കുന്ന ജനങ്ങൾ, അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ തിരക്കുള്ള ഷോറൂമുകൾ, ഇതൊക്കെയായിരുന്നു ഈ ദിവസങ്ങളിൽ ഞാൻ കണ്ടത്.
ദാരിദ്ര്യം പുറമേ കാണിക്കാത്തവരാണ് യൂറോപ്യന്മാർ. വരുമാനം കുറയുമ്പോൾ അവർ ചെലവുകൾ ചുരുക്കും. പുറത്തുനിന്ന് ചെല്ലുന്നവർക്ക് ഇവരുടെ ജീവിത നിലവാരത്തിൽ നിന്നോ ശരീരഭാഷയിൽ നിന്നോ സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഫലങ്ങൾ കണ്ടറിയാനാവില്ല. യൂറോപ്പിൽ തൊഴിൽ സമയം ഏറ്റവും കുറവുള്ള നഗരങ്ങളിലൊന്നാണ് പാരീസ്. തൊഴിൽ സമയം കൂട്ടാനുള്ള നീക്കങ്ങളെയെല്ലാം ഇവർ ചെറുത്തു തോൽപ്പിക്കുകയാണ്. ബസ് ലൂവ് കൊട്ടാരക്കെട്ടുകളുടെ സമീപത്തെത്തിയിരിക്കുന്നു. അടുത്ത സ്റ്റോപ്പിൽ എനിക്കിറങ്ങണം. ഇവിടെ നിന്നും നടക്കാവുന്ന ദൂരമേയുള്ളൂ താമസിക്കുന്ന ഹോട്ടലിലേക്ക്. ഞാൻ ബസിന്റെ താഴത്തെ നിലയിലേക്ക് ഇറങ്ങി. സീൻ നദിയുടെ തീരത്താണ് ബസ് സ്റ്റോപ്പ്. ഡബിൾ ഡക്കർ ബസ്സിനോട് യാത്ര പറഞ്ഞു. തെരുവിലെങ്ങും ജനപ്രളയമാണ്. ടൂറിസ്റ്റുകളും നഗരവാസികളുമൊക്കെയുണ്ട് ഇതിൽ. വെയിലിന്റെ സുഖത്തിൽ അവരങ്ങനെ നീങ്ങുന്നു. പൗരാണികമായ പ്രൗഢിയോടെ, ക്ലാസിക് സൗന്ദര്യത്തോടെ നിലകൊള്ളുകയാണ് ലൂവ് കൊട്ടാരം. ഒരു കാലത്ത് ഫ്രാൻസിനെ ഭരിച്ച ചക്രവർത്തിമാരുടെ വാസസ്ഥാനമായിരുന്നു ഇത്. ഇപ്പോഴാകട്ടെ ലോക സംസ്കാരത്തിന്റെ മഹാപ്രദർശനശാലയും. നടുമുറ്റത്ത് കൂറ്റൻ ഗ്ലാസ് പിരമിഡ്. അതിനകത്തുകൂടി ഇറങ്ങിയാണ് ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ ലൂവ് മ്യൂസിയത്തിന്റെ ഉൾത്തളങ്ങളിലേക്ക് പോയത്. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചെന്നു ചേരുന്ന അനേകം എടുപ്പുകളുടെ സമുച്ചയമാണ് ലൂവ് കൊട്ടാരം. സീൻ നദിക്ക് സമാന്തരമായുള്ള ഭാഗത്ത് മാത്രം ലൂവ് കൊട്ടാരത്തിന്റെ നീളം 1 കിലോമീറ്ററാണ്. മുന്നിൽ കാണുന്ന ആർച്ച് കടന്ന് വലത്തേക്ക് നടന്നാൽ എനിക്ക് ഹോട്ടലിലെത്താം. അവിടം ലക്ഷ്യമാക്കി നടന്നു. തുയിലറീസ് ഗാർഡൻ എന്നറിയപ്പെടുന്ന ഉദ്യാനത്തിൽ വലിയ ജനത്തിരക്ക്. ഇവിടെ കുറച്ചാളുകൾ ഒരു കാഴ്ച കണ്ടു നിൽപ്പുണ്ട്. ഇതാണ് കാഴ്ച. ഒരപ്പൂപ്പന്റെ കയ്യിൽ വന്നിരുന്ന് മൃഷ്ടാന്നം ഭുജിക്കുകയാണ് അങ്ങാടിക്കുരുവികൾ. അപ്പൂപ്പൻ ഇവരുടെ സ്ഥിരം അന്നദാതാവായിരിക്കാം. ഗാർഡനിലെ പുൽത്തകിടിയിൽ ആളുകൾ വെയിലിന്റെ സുഖം നുകരുകയാണ്. പച്ച പരവതാനിക്ക് മേൽ ഇരുന്നും കിടന്നും സല്ലപിച്ചുമെല്ലാം വെയിൽ കായുകയാണവർ. പൊതുവെ സുഖിമാന്മാരാണ് പാരീസിലെ ജനങ്ങൾ. സൗന്ദര്യവും ശരീരവടിവുമൊക്കെ നിലനിർത്തുന്നതിൽ വലിയ ശ്രദ്ധയാണിവർക്ക്. ചെറുപ്പക്കാരിൽ വലിയൊരു ശതമാനവും ഹെൽത്ത് ക്ലബ്ബുകൾ, ബ്യൂട്ടി പാർലറുകൾ, ഫാഷൻ സലൂണുകൾ എന്നിവിടങ്ങളിലൊക്കെ കൂടുതൽ സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഈ സുന്ദരികളുടെയും സുന്ദരന്മാരുടെയും നാട്ടിൽ നിന്ന് മടങ്ങാൻ തോന്നുന്നില്ല. പക്ഷേ യാത്ര തുടരണമല്ലോ. ഒടുവിൽ മൊണ്ടാന ഹോട്ടലിന് മുന്നിലെത്തി. പഴയൊരു കെട്ടിടത്തിലാണ് ഹോട്ടൽ. അതിനകത്തേക്ക് നടന്നു. മുറിയിൽ ചെന്ന് ഒന്ന് കുളിച്ച് ഫ്രഷായ ശേഷം ഉടനെ ചെക്കൗട്ട് ചെയ്യണം. മുറിയൊക്കെ ക്ലീൻ ചെയ്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ അല്പനേരം വിശ്രമിക്കാൻ തോന്നിപ്പോകുന്നു. പക്ഷേ നേരമില്ല. ബാഗെല്ലാം രാവിലെ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുളി കഴിഞ്ഞ് ബാഗുകളെല്ലാം എടുത്ത് ലിഫ്റ്റ് വഴി താഴേക്കിറങ്ങി. ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങിയെത്തിയത് റിവോളി സ്ട്രീറ്റിലേക്കാണ്. എയർപോർട്ടിലേക്ക് ഇനിയും 1 മണിക്കൂറിന്റെ യാത്രയുണ്ട്. പാരീസ് നഗരത്തിന് പുറത്താണ് എയർപോർട്ട്. അവിടേക്ക് ടാക്സി വിളിച്ചാൽ നല്ലൊരു തുക ചിലവാകും. ഈ തെരുവിൽ തന്നെ തുയിലറീസ് എന്ന പേരുള്ള ഒരു മെട്രോ സ്റ്റേഷനുണ്ട്. അവിടെ ചെന്നാൽ എയർപോർട്ടിലേക്കുള്ള ട്രെയിൻ പിടിക്കാം. 20 യൂറോയുടെ ചിലവേയുള്ളൂ. ഞാൻ മെട്രോ സ്റ്റേഷനിലേക്ക് ഇറങ്ങി. അവിടെ ചെന്നപ്പോൾ തന്നെ ഒരു ട്രെയിനും കിട്ടി. ട്രെയിൻ നീങ്ങുമ്പോൾ പാരീസ് നഗരം പിന്നിലേക്ക് പായുന്നത് ഞാൻ നോക്കിയിരുന്നു. യൂറോപ്പിന്റെ മണ്ണിൽ നിന്നുള്ള മടക്കയാത്രയാണിത്. ദീർഘമായൊരു യൂറോപ്യൻ സഞ്ചാരമാണ് അവസാനിക്കുന്നത്. പല നാടുകൾ, പലതരം ഭൂപ്രദേശങ്ങൾ, വ്യത്യസ്തമായ ജീവിതവും സംസ്കാരവും ചരിത്രവുമൊക്കെ ഈ യാത്രയിൽ കണ്ടു. പാരീസ് നഗരത്തിന് പുറത്തെ ജനവാസ കേന്ദ്രങ്ങളാണ് ഇതൊക്കെ. നഗരത്തിൽ തൊഴിൽ ചെയ്യുന്ന വലിയൊരു വിഭാഗം ആളുകൾ വസിക്കുന്നത് ഇത്തരം പ്രദേശങ്ങളിലാണ്. മികച്ച ഗതാഗത സൗകര്യങ്ങൾ ഉള്ളതിനാൽ നഗരത്തിലേക്കും തിരിച്ചുമുള്ള യാത്ര ഇവർക്കൊന്നും ഒരു പ്രശ്നമല്ല. നഗരപ്രാന്തങ്ങളിലെ സ്റ്റേഷനുകളെ ബന്ധപ്പെടുത്തി മെട്രോ ട്രെയിനുകൾ എപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. വലിയ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് അതിവേഗ തീവണ്ടികളുമുണ്ട്. ട്രെയിൻ ചാൾസ് ഡി ഗോൾ ഇന്റർനാഷണൽ എയർപോർട്ടിലെ സ്റ്റേഷനിലെത്തി നിന്നു. എയർപോർട്ടിനുള്ളിൽ തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. കുറെ പേർ ഇവിടെ ഇറങ്ങാനുണ്ട്. അവർക്ക് പിറകെ ഞാനും ഇറങ്ങി. ഇറങ്ങി ചെല്ലുന്നിടത്തു തന്നെ ഡിസ്പ്ലേ ബോർഡിൽ വിമാന സമയവിവരമുണ്ട്. അതിൽ കണ്ടതനുസരിച്ച് 2C ടെർമിനലിലേക്ക് നടന്നു.
രാത്രി 8-നുള്ള ദുബായ് ഫ്ലൈറ്റിലാണ് എൻ്റെ യാത്ര. യൂറോപ്പിൽ നിന്നും മടങ്ങുന്നു, ഇനിയും വരാമെന്ന പ്രതീക്ഷയോടെ.